2019 സ്കീം S5 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന സബ്ജക്ട് CN എന്ന സബ്ജക്ട് എക്സാം എഴുതുന്ന സമയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആ സബ്ജക്ട് അത്യാവശ്യം വാസ്റ്റ് ആണ്. സോ ആ സബ്ജക്ട് പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ടോപ്പിക്സ് പഠിച്ചിട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. ഇവിടെ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ആദ്യം പഠിക്കേണ്ടത്? CNനകത്ത് നമുക്കറിയാം OSA ലെയർ ഉണ്ട്. OSA ലെയറിന്റെ എക്സ്പാൻഷൻ ആണ് ത്രൂ ഔട്ട് ആ സബ്ജക്ട് പോകുന്നത്. പക്ഷേ ഇതിൽ ഏതൊക്കെ ലെയർ നമ്മൾ സ്കിപ്പ് ചെയ്യണം, ഏതൊക്കെ ലെയർ ആദ്യം പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ CN പഠിക്കുന്ന സമയം മൊഡ്യൂൾ 1-നകത്ത് ആദ്യം പഠിക്കുന്നത് CNന്റെ ബേസിക്സ് ആണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്താണെന്നും CNന്റെ ആപ്ലിക്കേഷൻസും ആണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ഫങ്ഷൻസ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ആപ്ലിക്കേഷൻസ്. നെക്സ്റ്റ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്. നമുക്കറിയാം LAN, WAN, MAN ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ഉണ്ട്. ഇതൊക്കെ ബേസിക് ആയിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഈസി ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഇതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ടോപ്പോളജി. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോപ്പോളജീസ് നമ്മൾ നെറ്റ്വർക്കിൽ ചെയ്യാറുണ്ട്. അത് ആ നെറ്റ്വർക്കിനെ അറേഞ്ച് ചെയ്യുന്ന ഫാഷനാണ്. ഇതും ഈസി ക്വസ്റ്റ്യൻ ആണ്. ഈ 2 ക്വസ്റ്റ്യനും ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കഴിഞ്ഞ് പഠിക്കേണ്ടത് നെറ്റ്വർക്കിനകത്ത് യൂസ് ചെയ്യുന്ന ഇന്റർ കണക്റ്റിംഗ് ഡിവൈസസ് ഉണ്ട്. റൗട്ടർ, സ്വിച്ച്, ഹബ്, ബ്രിഡ്ജ്, ഗേറ്റ്വേ തുടങ്ങിയ ഇന്റർ കണക്റ്റിംഗ് ഡിവൈസസ് നെറ്റ്വർക്കിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡിവൈസസിനെ കുറിച്ചാണ് നെക്സ്റ്റ് പഠിക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ്, ഈ 3 ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ച് മാക്സിമം ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ആണ്. ഇതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ മൊഡ്യൂൾ 1-നകത്ത് വരുന്നുണ്ട്. ദാറ്റ് ഈസ് കണക്ഷൻ ഓറിയന്റഡ് ആൻഡ് കണക്ഷൻ ലെസ് സർവീസസ്. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഈസി ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ടെലിഫോൺ കോൺവെർസേഷൻ ഓർക്കുക. ടെലിഫോൺ കോൺവെർസേഷൻ ഒരു കണക്ഷൻ ഓറിയന്റഡ് സർവീസ് ആണ്. ഓക്കെ, 2 പാർട്ടീസ് തമ്മിൽ ആദ്യം ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ദെൻ ആ ഒരു പാത്തിലൂടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ദാറ്റ് ഈസ് കണക്ഷൻ ഓറിയന്റഡ് സർവീസ്. പക്ഷെ കണക്ഷൻ ലെസ് സർവീസ് ഉണ്ട്. ഈ 2 പാർട്ടീസും തമ്മിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പോസ്റ്റൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നമ്മൾ ലെറ്റർ അയക്കുന്നു. ഈ ലെറ്റർ അയക്കുന്നത് അവിടെ റിസീവറിന് എത്തിച്ചേരും. ഇവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പാത്ത് അവിടെ എസ്റ്റാബ്ലിഷ് ആകുന്നില്ല. ദാറ്റ് ഈസ് കണക്ഷൻ ലെസ് സർവീസ്. സോ ഈ 2 എക്സാമ്പിൾ മനസ്സിൽ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ ഈസിയാണ്. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ടോട്ടൽ മാക്സിമം നമുക്ക് ആകുന്നത് 2 hours, 2 മണിക്കൂർ മതിയാകും മാക്സിമം ഇത്രയും ടോപ്പിക്സ് പഠിക്കാൻ. ഈ മൊഡ്യൂളിൽ പഠിക്കേണ്ട 2 essay ക്വസ്റ്റ്യൻസ് ആണ്. ഈ സബ്ജക്ട് ത്രൂ ഔട്ട് ആയിട്ട് കൊണ്ടുപോകുന്നത് തന്നെ ഈ ടോപ്പിക്സ് ആണ്. നിങ്ങൾക്ക് essay എന്താണെന്ന് മനസ്സിലായി കാണും. ദാറ്റ് ഈസ് ISO OSA ലെയർ 7 ലെയർ ആർക്കിടെക്ചർ ആണ് OSA-നകത്ത് വരുന്നത്. അതുപോലെ TCP/IP 4 ലെയർ ആർക്കിടെക്ചർ ആണ് TCP/IP വരുന്നത്. ഓക്കെ, ഈ 2 essay ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് പഠിക്കണം. കാരണം ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ഒന്നും സ്കിപ്പ് ചെയ്യരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എസ്പെഷ്യലി ഈ 2 essay പഠിച്ചാൽ ബാക്കി ഏരിയാസ്, ബാക്കി മൊഡ്യൂൾസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, സോ പഠിക്കുമ്പോൾ ഈ 2 essay ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഇതിൽ OSA ലെയർ നമ്മൾ ആദ്യം പഠിക്കുന്നു. OSA ലെയറിനകത്ത് നമുക്കറിയാം ഫിസിക്കൽ ലെയർ, ഡാറ്റാ ലിങ്ക് ലെയർ തുടങ്ങി ലാസ്റ്റ് ആപ്ലിക്കേഷൻ ലെയർ വരെയുള്ള 7 ലെയേഴ്സ് ആണ് OSA ലെയറിൽ വരുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ലെയറിംഗ് എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ നെക്സ്റ്റ് പെൻഡിങ് വരുന്ന ഒരു ടോപ്പിക് ഫിസിക്കൽ ലെയർ ആണ്. അത്യാവശ്യം ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. സത്യം പറഞ്ഞ ഈ സബ്ജക്റ്റിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മൊഡ്യൂൾ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഈ essay ഒന്ന് മാറ്റി വെച്ചാൽ ബാക്കി ടോപ്പിക്സ് ഒക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. essay വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം ബാക്കി വരുന്ന മൊഡ്യൂൾസിന്റെ ബേസ് പഠിക്കുന്നത് ഇവിടെയാണ്. ഓരോ ലെയറിന്റെയും ബേസിക് ഫീച്ചേഴ്സ് മാത്രമേ ഇവിടെ പഠിക്കുന്നുള്ളൂ. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു നെറ്റ്വർക്ക് ഇന്റർ കണക്റ്റഡ് ഡിവൈസസ്, ടോപ്പോളജീസ്. ആക്ച്വലി ഈ ഇന്റർ കണക്റ്റഡ് ഡിവൈസസും ടോപ്പോളജീസ് അതുപോലെ തന്നെ കണക്ടേഴ്സ്, പിൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫിസിക്കൽ ലെയറിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ടോട്ടലി ഈ മൊഡ്യൂൾ പഠിക്കാനായിട്ട് നമുക്ക് എടുക്കുന്നത് അറൌണ്ട് ഒരു 3 to 4 hours. അതായത് ഒരു ഹാഫ് ഡേ ഇരുന്നാൽ നമുക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. 20 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. 20 മാർക്സ് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 15 to 16 മാർക്സ് വരെ സ്കോർ ചെയ്യാൻ സാധിക്കും. സോ മൊഡ്യൂൾ 1 പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് മൊഡ്യൂൾ 5, ലാസ്റ്റ് മൊഡ്യൂൾ പഠിക്കുക. കാരണം ആപ്ലിക്കേഷൻ ലെയർ ഏറ്റവും ഈസിയാണ്. എല്ലാ ലെയേഴ്സും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് വരുന്ന 2 ലെയറാണ് ഫിസിക്കൽ ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. ഫിസിക്കൽ ലെയർ ഓൾറെഡി പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പഠിക്കേണ്ടത് ആപ്ലിക്കേഷൻ ലെയർ ആണ്. അത് ആക്ച്വലി യൂസറിന്റെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ് ആപ്ലിക്കേഷൻ ലെയറിൽ പഠിക്കുന്നത്. മൊഡ്യൂൾ 1 പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്.
പ്രോബ്ലംസ് ചോദിക്കും. ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. നമുക്ക് ബാൻഡ് വിഡ്ത്ത് തരും. ബാൻഡ് വിഡ്ത്ത് തന്നിട്ട് നമുക്ക് എത്ര ലിങ്ക്സ് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഹൗ മെനി ലിങ്ക്സ് ക്യാൻ ബി കണക്റ്റഡ് യൂസിങ് ദിസ് ബാൻഡ് വിഡ്ത്ത്, അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് മൊഡ്യൂൾ ഫസ്റ്റിനകത്തുണ്ട്. മൊഡ്യൂൾ 1 പഠിച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് പഠിക്കേണ്ടത് മൊഡ്യൂൾ 5 ആണ്. അവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നത് ട്രാൻസ്പോർട്ട് ലെയറും ആപ്ലിക്കേഷൻ ലെയറും ആണ്. ആക്ച്വലി ട്രാൻസ്പോർട്ട് ലെയർ അവിടെ ഹോൾഡ് ചെയ്യുക. ഈ ട്രാൻസ്പോർട്ട് ലെയറിനെ അവിടെ ഹോൾഡ് ചെയ്തിട്ട് നേരെ ആപ്ലിക്കേഷൻ ലെയർ ആദ്യം പഠിക്കുക. ആപ്ലിക്കേഷൻ ലെയർ വളരെ ഈസിയാണ്. ഫിസിക്കൽ ലെയർ പഠിക്കുന്നത് പോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, ഇവിടെ കുറച്ച് പ്രോട്ടോകോൾസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഇമെയിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ഉണ്ട്, SMTP, അതുപോലെ മൈൻ. ഫയൽ ട്രാൻസ്ഫറിന് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ FTP, ഇതുപോലെ DNS, ടെൽനെറ്റ്, WWW, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഈ പ്രോട്ടോകോൾസ് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ആദ്യം തന്നെ ഈ പ്രോട്ടോകോൾസ് ഒക്കെ പഠിച്ചു വെക്കുക. ഇതൊക്കെ ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ സബ്ജക്ട് പഠിക്കുമ്പോൾ സേഫ് സോൺ ഈ പറഞ്ഞ ടോപ്പിക്സ് ആണ്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് 5th മൊഡ്യൂളിൽ ട്രാൻസ്പോർട്ട് ലെയർ. ട്രാൻസ്പോർട്ട് ലെയർ നമുക്കറിയാം, അവിടെ 2 പ്രോട്ടോകോൾസ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, TCP ആൻഡ് UDP. ഈ TCPയുടെയും UDPയുടെയും ഡിഫറൻസ് ഇത് ആദ്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. കണക്ഷൻ ഓറിയന്റഡ് സർവീസ് ഉണ്ട്, കണക്ഷൻ ലെസ് സർവീസ് ഉണ്ട്. TCP പഠിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ പാക്കറ്റ് ഫോർമാറ്റ് ഉണ്ട്, അവിടുത്തെ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്, അതുപോലെ TCP പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്. അതുപോലെ UDP പഠിക്കുന്ന സമയത്തും അവിടെ UDPയുടെ ഹെഡർ ഫോർമാറ്റ്, അതിന്റെ ഓപ്പറേഷൻസ്. സോ ഇത് രണ്ടും ആദ്യം രണ്ടായിട്ട് സെപ്പറേറ്റ് പഠിച്ചിട്ട് ദെൻ ഇതിന്റെ ഒരു കമ്പാരിസൺ, TCP UDP കമ്പാരിസൺ. മുൻപ് പറഞ്ഞില്ലേ, കണക്ഷൻ ഓറിയന്റഡ് കണക്ഷൻ ലെസ് സർവീസ് ആണ് രണ്ടുപേരും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആരാണ് കണക്ഷൻ ഓറിയന്റഡ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആരാണ് കണക്ഷൻ ലെസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അവരുടെ യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഓക്കെ, ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക്സ് essay ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കണം. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 5 ഈ 2 മൊഡ്യൂൾസ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 30 to 35 മാർക്സിന്റെ ആ റേഞ്ചിനകത്ത് സ്കോർ ചെയ്യാനുള്ള ടോപ്പിക്സ് ആയിട്ടുണ്ട്. ഇതുപോലെ എഗൈൻ 2 മൊഡ്യൂളുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പാസ്സാകും. കാരണം ഒരു 70 മാർക്സിന് അടുപ്പിച്ചുള്ള മാർക്സ് കിട്ടും. സോ നെക്സ്റ്റ് ഏത് മൊഡ്യൂളാണ് പഠിക്കേണ്ടത്? നെക്സ്റ്റ് പഠിക്കേണ്ടത് മൊഡ്യൂൾ 2, 3, 4 ഉണ്ടല്ലോ. ഇതിൽ മൊഡ്യൂൾ 4 പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം മൊഡ്യൂൾ 2 ടോപ്പിക്സ് കുറച്ച് വാസ്റ്റ് ആണ്, മൊഡ്യൂൾ 3 കുറച്ചുകൂടെ ടഫാണ്. മൊഡ്യൂൾ 4 ആക്ച്വലി മൊഡ്യൂൾ 3യുടെ കണ്ടിന്യൂഷൻ ആണെങ്കിലും മൊഡ്യൂൾ 4 പഠിക്കാൻ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. സോ നെക്സ്റ്റ് നേരെ മൊഡ്യൂൾ 4ലേക്ക് പോവാം. മൊഡ്യൂൾ 4ന്റെ അകത്ത് എന്തൊക്കെ പഠിക്കേണ്ടതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് പഠിക്കുന്നത് ARP, ICMP പ്രോട്ടോകോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് കേട്ടോ. അതുപോലെ ARPയുടെ കൂടെ തന്നെ RARP ഇവിടെ വരുന്നുണ്ട്. ദെൻ ബൂട്ട്സ്ട്രാപ്പ് പ്രോട്ടോകോൾ, ദെൻ BGP ബ്രോഡർ ആൻഡ് ഗേറ്റ്വേ പ്രോട്ടോകോൾ, ദെൻ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ DHCP, അതുപോലെ ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ് OSPF. ഓക്കെ, ഇത്രയും പ്രോട്ടോകോൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതാദ്യം പഠിക്കുക. ഇതാദ്യം പഠിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് IP ആണ്. IPക്കകത്ത് 2 വെർഷൻസ് ഉണ്ട്. IPv4 ഉണ്ട്, IPv6 ഉണ്ട്. IPv4നകത്ത് ഡിഫറെന്റ് ക്ലാസ്സസ് ഉണ്ട്. IPv4 പഠിക്കുന്ന ക്ലാസ്സസ് മസ്റ്റ് ആയിട്ട് പഠിക്കും. ഇതുപോലെ തന്നെ ICMP വെർഷൻ 6 ഉണ്ട്, ഇത് കൂടെ പഠിക്കണം. ഏകദേശം 3 മൊഡ്യൂൾസ് ആയിട്ടുണ്ട്. ഞാനൊരു കാര്യം തുറന്ന് പറയാം, ഈ സബ്ജക്ട്സ് ഞാൻ പറയുന്ന അത്ര ഈസി അല്ല. ഓരോ ടോപ്പിക്കിൽ കയറുന്ന സമയത്തും അത് കുറച്ച് വാസ്റ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും പല മൊഡ്യൂൾസ് പോയിട്ട് റാൻഡം ആയിട്ട് പഠിക്കരുത്. ഞാൻ ഈ പറഞ്ഞ 3 മൊഡ്യൂൾസ് ആദ്യം ഭംഗിയായിട്ട് പഠിക്കുക. ഈ 3 മൊഡ്യൂൾസ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് 60 മാർക്സിന് ടോപ്പിക്സ് ആയി. ഇവിടെ 50 മാർക്സ് എങ്കിലും നിങ്ങൾ സ്കോർ ചെയ്യണം. സോ ഈ 3 മൊഡ്യൂൾസിനകത്തും ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സിൽ ഒരു ടോപ്പിക്ക് പോലും ദയവായി സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത് മൊഡ്യൂൾ 2 ആൻഡ് മൊഡ്യൂൾ 3. ഇവിടെ നിന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 ഡാറ്റാ ലിങ്ക് ലെയർ ആണ് പഠിക്കുന്നത്. അവിടെ ഫ്രെയിമിംഗ് ഉണ്ട്, ഡാറ്റാ ലിങ്ക് ലെയറിന്റെ സബ് ലെയർ ഉണ്ട് MAC. ഈ MAC പഠിക്കുന്നത് കുറച്ച് ഈസിയാണ്. അതെന്താ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനകത്ത് തന്നെ CSMA/CD, CSMA/CA കൊളിഷൻ അവോയ്ഡൻസും കൊളിഷൻ ഡിറ്റക്ഷനും ഉണ്ട്. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. അവിടെ തന്നെ ഓൺ പെർസിസ്റ്റന്റ് CSMA, P പെർസിസ്റ്റന്റ് CSMA, ഈ ടോപ്പിക്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് പഠിക്കണം. അതുപോലെ അലോഹ, പ്യുവർ അലോഹ, സ്ലോട്ടഡ് അലോഹ. സോ ഈ ടോപ്പിക്സ് ഉണ്ടല്ലോ, MAC സബ് ലെയർ ഉണ്ടല്ലോ, ആ ഒരു ടോപ്പിക്സ് എന്തായാലും ക്വസ്റ്റ്യൻസ് വരാൻ റിപ്പീറ്റഡ് ആയാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് വരാൻ പ്രോബബിലിറ്റി കൂടിയ ഏരിയാസ് ആണ്. സോ ഈ ടോപ്പിക്സ് മൊഡ്യൂൾ 2 ആദ്യം പഠിക്കും. ദെൻ ഫ്രെയിമിംഗ് പഠിക്കുക. അവിടെ ഫിക്സ്ഡ് ഫ്രെയിമിങ്ങും വേരിയബിൾ ഫ്രെയിമിങ്ങും വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള essay ക്വസ്റ്റ്യൻ ആണ്. അത് ഇത്രയും ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി പഠിക്കാൻ പോകുന്ന ടോപ്പിക്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ. ഈ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ പഠിക്കുന്നതിന് മുന്നേ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. എറേഴ്സ് എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് ഉണ്ട്. ബൈറ്റ് ഓറിയന്റഡ് എറേഴ്സ് ഉണ്ട്, ക്യാരക്ടർ ഓറിയന്റഡ് എറേഴ്സ്. ഈ എറേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എറർ ഡിറ്റക്ഷൻ എന്താണെന്നും എറർ എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നെന്നും എറർ എങ്ങനെ കറക്റ്റ് ചെയ്യുന്ന പഠിക്കാൻ പറ്റുള്ളൂ. അവിടെ എറർ ഡിറ്റക്ഷൻ കറക്ഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം കുറെ essay ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നുണ്ട്. CRC സൈക്ലിക് റിഡൻഡൻസി ചെക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു essay ആണ്. അതുപോലെ ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ,
ഈ എറർ കൺട്രോളിനകത്ത് ARQ, അതുപോലെ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോകോൾസ്, സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾസ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്. ഇതുപോലെ ഡാറ്റാ ലിങ്ക് ലെയറിനകത്ത് വരുന്ന പ്രോട്ടോകോൾസ് ഉണ്ട്, ഫ്രെയിം റിലേ വരുന്നുണ്ട്, ATM വരുന്നുണ്ട്, CDDA വരുന്നുണ്ട്, അവിടെ P2P വരുന്നുണ്ട്. ഓക്കെ, ഈ ടോപ്പിക്സ് ഒക്കെയാണ് ഈ മൊഡ്യൂളിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴേക്കും നമ്മുടെ ടൈം നമുക്ക് ഫ്രണ്ടിൽ കിട്ടണമെന്നില്ല. നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് എക്സാമിന് തലേദിവസം അല്ലെങ്കിൽ തലയ്ക്ക് തലേദിവസം ആയിരിക്കാം. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് പഠിച്ചു തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടെ നിങ്ങൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മാക് കോൺസെൻട്രേറ്റ് ചെയ്യുക, മാക്കിനകത്തുള്ള ഏരിയാസ് കംപ്ലീറ്റ് പഠിക്കുക. മാക്സ് ലെയർ പഠിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് എന്ത് പഠിക്കുക? ഫ്രെയിമിംഗ്, എറർ ഡിറ്റക്ഷൻ, കറക്ഷൻ പഠിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് സമയം കിട്ടുകയാണെങ്കിൽ പഠിക്കും. ഓക്കെ, ഇനി അങ്ങോട്ട് പോകുന്ന ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ മാത്രം പഠിച്ചു പോവാം. സമയമില്ല എങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞ ടോപ്പിക്സ് മാത്രം റിവൈസ് ചെയ്ത് പോവാം. കാരണം നമുക്കറിയാം ഈ സബ്ജക്റ്റ് വളരെ വാസ്റ്റ് ആണ്, ഒത്തിരി ഉണ്ട് പഠിക്കാനായിട്ട്. സോ എല്ലാ മൊഡ്യൂൾസിൽ നിന്നും കുറച്ച് ടോപ്പിക്സ് പഠിക്കരുത്. അതിന് പകരം ഏതെങ്കിലും 3 or 4 മൊഡ്യൂൾസ്, കഴിയുമെങ്കിൽ 4 മൊഡ്യൂൾസ് ഭംഗിക്ക് പഠിക്കുക. 4 മൊഡ്യൂൾസ് നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 5, മൊഡ്യൂൾ 4, ദെൻ മൊഡ്യൂൾ 2 അറ്റ്ലീസ്റ്റ് ആ മാക്ക് വരെയെങ്കിലും പഠിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബാക്കി പഠിക്കാൻ ടൈം ഉണ്ട് എങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കും. ഈ മൊഡ്യൂൾ 2-നകത്ത് റിപ്പീറ്റർ, സ്വിച്ച്, ബ്രിഡ്ജ്, ഗേറ്റ്വേ, ഇങ്ങനെ കുറച്ച് ഇന്റർ കണക്റ്റഡ് ഡിവൈസസ് ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇന്റർ കണക്ട് ഡിവൈസസ് നിങ്ങൾ ആദ്യം പഠിക്കണം. സോ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് ഓൾറെഡി നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് IEEE സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഈതർനെറ്റ് ഉണ്ട്, 802.3, 4, 5, 11. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ്സ് ആണ്. ഇനി നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബാക്കി ടോപ്പിക്സിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് IEEE സ്റ്റാൻഡേർഡ്സ് ആണ്. ഇതുകൂടെ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ മൊഡ്യൂൾ 2 കംപ്ലീറ്റ് ആണ്. ഫൈനലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നെറ്റ്വർക്ക് ലെയർ ആണ്. നെറ്റ്വർക്ക് ലെയറിൽ റൂട്ടിംഗ് ആണ്. റൂട്ടിംഗ് ആക്ച്വലി സ്റ്റാറ്റിക് റൂട്ടിംഗ് ഉണ്ട്, ഡൈനാമിക് റൂട്ടിംഗ് ഉണ്ട്. ഈ രണ്ട് എന്താണ് ഡിഫറൻസ് പഠിക്കണം. നെക്സ്റ്റ് അവിടെ നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്, അൽഗോറിതംസ് ഉണ്ട്. എങ്ങനെ റൂട്ട് ഫൈൻഡ് ചെയ്യാനുള്ള അൽഗോറിതംസ് ചോദിക്കും, അതിന്റെ പ്രോബ്ലംസ് ചോദിക്കും. സോ അത് അത്രയാണ് ആദ്യം പഠിക്കേണ്ടത്. അതുപോലെ കൺജഷൻ കൺട്രോൾ അൽഗോറിതം ഉണ്ട്, ലീക്കി ബക്കറ്റ്, ടോക്കൺ ബക്കറ്റ് തുടങ്ങിയ അൽഗോറിതംസ് വരുന്നുണ്ട്. ദെൻ ഫ്ലഡിംഗ്, ക്വാളിറ്റി ഓഫ് സർവീസസ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ സബ്ജക്റ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാൻ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കുന്നില്ല. ഞാൻ 1-2 വട്ടം പറഞ്ഞ കാര്യമാണ്. ഇത്തവണ ഈ സബ്ജക്റ്റ് എഴുതി എങ്ങനെയും പാസ്സാകുക. ഇനി ഇതൊരു സപ്ലിയിലേക്ക് കൊണ്ടുപോകരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറൻ പരിപാടിയാണ്. ഈ സബ്ജക്റ്റും MSS, ഈ 2 സബ്ജക്റ്റും അത്യാവശ്യം ബോറായിട്ടുള്ള സബ്ജക്റ്റാണ്, അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ സബ്ജക്റ്റ് ഇത്തവണ നമ്മൾ എഴുതി ക്ലിയർ ആക്കുന്നു, ആ ഒരു ഡിസിഷൻ എടുത്ത് പഠിക്കുക. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് 3 മൊഡ്യൂൾ ഭംഗിക്ക് പഠിച്ചിട്ട് 4ാമത്തെ മൊഡ്യൂൾ ഒരു ഹാഫ് വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കുക. 4 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ സേഫ് സോണിലാണ്. ഓക്കെ, സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.